അമ്മേന്റെ ബക്കറ്റ് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പുതിയ ബക്കറ്റാണ് എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ലേ. ഇത് കണ്ടോ, ഒരു ഓട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളേ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബക്കറ്റ് ചിക്കൻ അല്ലേ, അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മസാല പുരട്ടിയിട്ട് നമ്മുടെ ചിക്കന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ആദ്യമേ ചിക്കൻ നല്ല രീതിയിലൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. മസാലയൊക്കെ അത്യാവശ്യം ആയത്തിൽ പിടിക്കണേ. അപ്പോൾ ചിക്കൻ നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിക്ക് നമ്മുടെ മസാല തേച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന മസാലയാണ്. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ആക്കിയതും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഒരു നാരങ്ങയുടെ ഫുള്ള് നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പും കരിവേപ്പിൻ്റെലൊക്കെ ചേർത്ത് അരച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല ആയത്തിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. മസാലയൊക്കെ തേച്ചത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മസാലയൊക്കെ ശരിക്കും പിടിക്കണം കേട്ടോ. നമ്മുടെ ബക്കറ്റ് വെക്കാനുള്ള കുറ്റി റെഡിയാക്കാം കേട്ടോ. മസാല തേക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാഴയിലൊക്കെയാണ് അതെ അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലെ ബക്കറ്റ് വെക്കാം. കുറച്ച് കറിവേപ്പില എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടണം. ഇതേ നമ്മൾ ചിക്കൻ നമ്മുടെ കോലിൽ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ 2 കമ്പി കേട്ടോ, ഒന്ന് കാലിനും അതേപോലെ ഒന്ന് കഴുത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഊരി പോവാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആണ്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബക്കറ്റ് കമിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. പുതിയൊരു ബക്കറ്റാട്ടോ, എന്താകുമോ എന്തോ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, വറക് വെച്ച് കൊടുക്കാം. നമ്മുടെ ബക്കറ്റ് ചിക്കനേ റെഡി ആയിട്ടുണ്ടോന്ന് അറിയില്ല. ഏതായാലും അമ്മേൻ്റെ ബക്കറ്റ് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പുതിയ ബക്കറ്റാണ് എടുത്തിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ലേ. ഇത് കണ്ടോ, ഒരു ഓട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പരിപാടി നിർത്താൻ പോവാണ്. ആയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. ബക്കറ്റ് എന്തായാലും കേടുവന്നിട്ടുണ്ട്. വെള്ളം തളിച്ചു കൊടുക്കട്ടോ. നമ്മളെ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മളെ ചവിട്ടി കേട്ടോ. നല്ല ചൂടാണ്, എടുക്കാൻ പോവാട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ബക്കറ്റ് ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് വിചാരിച്ചിട്ടോ, ബക്കറ്റൊക്കെ ഒട്ടയപ്പോഴേ ഒരു ബക്കറ്റ് പോയാലെന്താ സംഭവം നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. എടുക്കാൻ പോവാട്ടോ, നല്ല ചൂടാണ്. വെച്ചു കൊടുക്കാട്ടോ അമ്മയ്ക്ക്. നമുക്കിനി കഴിക്കാൻ തുടങ്ങല്ലേ. കമ്പിയൊക്കെ മാറ്റി നമുക്കിത് ഓരോന്ന് പീസ് പീസ് ആക്കട്ടോ.
എങ്ങണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ, കഴിക്കാൻ പോവാട്ടോ. ദേ സംഭവം ചേച്ചി പിച്ച് തരുന്നുണ്ടേ. പിന്നെ കൊടുക്കണ്ട ആ പിന്നെ കൊടുക്കണ്ട